ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. വളരെ കാലങ്ങൾക്ക് മുൻപ് ഒളിമ്പിക് ഗെയിംസിൽ ഗ്രീക്കുകാർക്ക് ഒരു മത്സരയിനമുണ്ടായിരുന്നു. അതൊരു ഓട്ടമത്സരമാണ്. എന്നാൽ ആദ്യം ഓടിയെത്തുന്നവനല്ല സമ്മാനമുള്ളത്. ഈ മത്സരത്തിൽ ഓടുന്ന എല്ലാവരുടെയും കയ്യിൽ ഒരു പന്തം കൊടുത്തിട്ടുണ്ട്. ആ കത്തുന്ന പന്തവുമായി അവർ ഓടുമ്പോൾ അവരുടെ മുൻപിൽ ഒരു ലക്ഷ്യമേയുള്ളൂ: ഈ പന്തം കെട്ടുപോകാതെ ഓട്ടം ഓടിത്തികയ്ക്കുക. വേഗത സൂക്ഷിക്കുന്നതിലും പ്രധാനമാണ് പന്തം കെടാതെ നോക്കുക എന്നത്. ആ തീനാളത്തിൽ ശ്രദ്ധ പതിപ്പിച്ച് ഓടുമ്പോൾ എത്ര പേർ മുന്നിൽ കയറി ഓടുന്നു എന്നത് പ്രാധാന്യമുള്ള കാര്യമല്ല. മത്സരം പന്തവും ഓട്ടക്കാരനും തമ്മിലാണ്. എന്നാൽ ഇതറിയാതെ ഒത്തിരി പേർ ഓടുന്നു. സമ്മാനം കാത്തിരിക്കുന്നത് കത്തുന്ന ദീപവുമായി ഓട്ടം അവസാനിപ്പിക്കുന്നവനാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓട്ടം ആദ്യം ഓടിത്തികയ്ക്കുക എന്നതല്ല കാര്യം. ഒരുപക്ഷെ എല്ലാവരിലും പുറകിലായിരിക്കാം നമ്മൾ ഓടുന്നത്. ചിലർ ആരെയും കാണാതെ വീണവൻ്റെ മുകളിലൂടെ ഓടുന്ന തിരക്കിലായിരിക്കാം. ഈ ഓട്ടത്തിൽ ക്ഷമ വേണം. പതുക്കെ ഓടിയാൽ മതി. കയ്യിലെ പന്തം അണയാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ജീവിത ഓട്ടം അവസാനിപ്പിച്ച് ദൈവസന്നിധിയിൽ എത്തുമ്പോൾ നമ്മുടെ വിശ്വാസപന്തം അണയരുത്. ഈ പന്തം കത്തി നിൽക്കുന്നത് നമ്മുടെ ശ്രമം കൊണ്ട് മാത്രമല്ല, സ്വർഗീയ പിതാവിൻ്റെ സ്നേഹത്തിൽ നിന്നും നമ്മുടെ ആത്മാവിൽ പകർന്ന എണ്ണയിലാണ് ഇത് കത്തി നിൽക്കുന്നത്. സ്വർഗീയ അഭിഷേകത്താലും ആത്മീയ ഒരുക്കത്താലും കത്തിക്കൊണ്ടിരിക്കുന്ന ഈ ദീപം അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിലെ വെളിച്ചമാണ്. 100 മീറ്റർ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരോട്ടമല്ല ഇത്, നിത്യതയുടെ ഓട്ടമാണ്. തളരാതെ ഓടുവാൻ കൃപ ആവശ്യമാണ്. ഓടുന്ന വഴിയെ ദൃഷ്ടി പതിപ്പിക്കുവാൻ വിശ്വാസം ആവശ്യമാണ്. കാടും മേടും തരണം ചെയ്ത് ഓടുവാൻ സഹിഷ്ണുത ആവശ്യമാണ്. ഈ മത്സരത്തിൽ പ്രതിഫലം നൽകുന്നത് കർത്താവാണ്. സ്വർഗം നൽകുന്ന പ്രതിഫലം നിത്യമാണ്. സ്വർഗീയ കിരീടങ്ങൾ വാടാത്തതാണ്. 1 കൊരിന്ത്യർ 9:24. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ ബിരുദു പ്രാപിക്കുന്നുള്ളൂ. നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ, ഈരാളിലച്ച്.